സൗദി ലീഗിന് ഇനി ആരെങ്കിലും കളിയാക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചിടിച്ചോ അല്ലെങ്കിൽ പ്ലച്ച് വിട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മാച്ച് തന്നെ കണ്ടു നോക്കണം. എന്ത് അടിപൊളിയായിട്ടാണ് ആ മാച്ച് തീർന്നത് എന്നുള്ളത്. അത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ആൻഡ് നിങ്ങളൊക്കെ നാട്ടിൽ കളിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സ്ഥിരം പറയാറില്ല, എടാ ലാസ്റ്റ് ഔട്ടാണ് കേട്ടോ, ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളി ഉണ്ടാവില്ല എന്ന്. ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു. റെഫറി വന്ന് പറയണം, ഡേ റൊണാൾഡോയുടെ ലാസ്റ്റ് ഗോളോടെ കളി നിർത്തും, അതുവരെയൊക്കെ കളി പോവുള്ളൂ. ഞാൻ നോക്കുമ്പോൾ എക്സ്ട്രാ ടൈം കൊടുത്തത് 6 മിനിറ്റ് എന്തോ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കളി ഇങ്ങനെ 6-7 മിനിറ്റ് എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് കളി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നുണ്ട് ആ പെനാൽറ്റി അടിച്ച് തീരുന്നവരേക്ക്. ആ പെനാൽറ്റി കിട്ടിയതിനെ കുറിച്ച് ഞാൻ പറയാൻ നിൽക്കണില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ലീഗിൽ കളിക്കുന്ന മറ്റ് ക്ലബ്ബിലുള്ള പ്ലേയേഴ്സിനോടെങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എങ്ങനെയായിരുന്നു ആ പെനാൽറ്റി വന്നതെന്നുള്ളത്, എന്തുകൊണ്ടാണ് അതൊക്കെ ഉള്ളത്. കാര്യം അവർ തന്നെ കളിയാക്കി ഇടുന്നുണ്ട്. ഈ ചിലർ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ അത് സൗദി ലീഗാണ്. കാര്യം എല്ലാവരും അങ്ങോട്ട് കട്ടയ്ക്ക് മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്ലേയേഴ്സിനുണ്ടല്ലോ, ആ ലീഗിൽ തന്നെ കളിക്കുന്ന പ്ലേയേഴ്സിനോടും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇത് ഈ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് പറ്റുന്ന സംഭവങ്ങളാണെന്നുള്ളതൊന്ന്. ഈ മറ്റ് ലീഗുകളെ കളിയാക്കാനൊക്കെ വലിയ നാക്കുള്ള ആൾക്കാർക്ക് ഇതും ഒന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ലെവലിലേക്ക് മാറുന്നുണ്ട്. ഈ RSL എന്നുള്ളത് ചിലപ്പോൾ ഇനിയിപ്പോൾ മാറ്റി വിളിക്കും. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്തായാലും എടാ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ ഫാൻ കോഡിൽ ഇതിൻ്റെ എടുത്തു, സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഇനി എനിക്ക് കണ്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങൾ കാണുക. ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗും ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗും അണ്ണൻ്റെ മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ലീഗും സൗദി ലീഗ്, ഹബീബി. പക്ഷെ എനിക്ക് ആ ഡാൻസ് ഇഷ്ടമായിട്ടോ, അടിപൊളിയായിരുന്നു.